എല്ലാവർക്കും യൂണിക്കോൺ എജു സീരീസിലേക്ക് സ്വാഗതം. സോ നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി കുറച്ച് വീഡിയോസ് സിലബസ് ബേസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ മെക്കാനിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്, അതേപോലെ ക്വാണ്ടം മെക്കാനിക്സ്, മൈക്രോ പ്രോസസ്സർ, അതുമായിട്ടുള്ള റിലേറ്റഡായിട്ട് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ട് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് പഠിക്കുകയാണെങ്കിൽ അതും കൂടി വാച്ച് ചെയ്യുക. സോ ഇന്ന് നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി എന്നുള്ള ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുണ്ട് 20 ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ അത് 20 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പം ഗ്രൂപ്പ് തിയറി കുറച്ചുകൂടി നമ്മൾ അത്ര ഫ്രണ്ട്ലി അല്ലാത്തൊരു ടോപ്പിക്കാണ് ഗ്രൂപ്പ് തിയറി ഉള്ളത്. ഗ്രൂപ്പ് തിയറിയിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൂടി നോക്കുക. അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ച് ടഫൊക്കെ ആണെന്നുള്ളത് എങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു PG ലെവൽ സിലബസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളതെങ്കിലും നമ്മൾ കുറച്ച് ആ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ ടോപ്പിക്കും കൂടി നമ്മൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സോ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മാത്തമാറ്റിക്കൽ ആൻഡ് ഫിസിക്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി എന്നുള്ളതിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് എ ഡെൽറ്റ ഫംഗ്ഷൻ ഡെൽറ്റ എക്സ് ഈസ്. ഫൊറിയർ ട്രാൻസ്ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഐഗൺ വാല്യൂ ഓഫ് എ ഹെർമീഷ്യൻ മെട്രിക്സ് ആർ ഓൾവേസ്. ഐഗൺ വാല്യൂസ് ഓഫ് എ ഹെർമീഷ്യൻ മെട്രിക്സ്. സോ നമ്മൾ മെട്രിക്സ് പഠിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സും അതിൻ്റെ പ്രോപ്പർട്ടീസും ഈ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മെട്രിക്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ യൂണിറ്ററി മെട്രിക്സ്, സ്ക്യൂ സിമ്മെട്രിക്, അതേപോലെ സിമ്മെട്രിക് മെട്രിക്സ്, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് പഠിച്ച് കഴിഞ്ഞവർ അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യം കൂടി മൈൻഡിലൊന്ന് ഓർത്ത് വെക്കുക. അല്ലാത്തവർ ആ പേരും കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. Okay, coming to the answer, Fourier transform of delta function is 1. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐഗൺ വാല്യൂ ഓഫ് എ ഹെർമീഷ്യൻ മെട്രിക്സ് ആർ ഓൾവേസ്. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അത് ഏത് ടൈപ്പ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതൊരു റിയൽ ക്വാണ്ടിറ്റി ആണ്. റിയൽ വാല്യൂസ് ആയിരിക്കും ഹെർമീഷ്യൻ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് ആയിട്ട് വരിക. Coming to the next question, the solution of differential equation dy by dx plus y equal to 0 is. അതിൻ്റെ സൊല്യൂഷൻ ഏത് ഫോമിലാണെന്നാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം ആ ഇക്വേഷന് വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. ജസ്റ്റ് റീറൈറ്റ് ചെയ്താൽ തന്നെ നമുക്കറിയാം dy by dx ഈക്വൽ ടു മൈനസ് വൈ എന്നായിരിക്കും വരിക. സോ അതിൽ dy by y ഈക്വൽ ടു മൈനസ് dx ആണ്. സോ അതിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ലോഗ് വരും. സോ ഇ റേസ് ടു എന്താണെന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ആ ഒരു ടേമിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ തോട്ട് പോകേണ്ടത്. ഓക്കെ, സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്. ദ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ കമ്മിങ് ടു ദ ആൻസർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ 3യുടെ ആൻസർ എന്ന് പറയുന്നത് y ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് എന്നാണ്. എക്സ്പോണൻഷ്യൽ ക്വാണ്ടിറ്റി തന്നെ ആയിരിക്കും വരിക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടതാണ്. അതേപോലെ ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. 1 മൈനസ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് 2x വൈ ഡാഷ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 വൈ ഈക്വൽ ടു 0 എന്നുള്ള ഫോമാണ് ലെജൻഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെത്. ഓക്കെ, കമ്മിങ് ടു ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ. ടി റേസ് ടു എന്നിൻ്റെ ജനറൽ ഫോമുല ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ജനറൽ ഫോമുല എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിക്സ്ത് ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് തിയറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഗ്രൂപ്പ് തിയറി ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് സാറ്റിസ്ഫൈസ്. അതിൻ്റെ കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത്. സോ കമ്മിങ് ടു ദ ആൻസർ, ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ ഈസ് ഓപ്ഷൻ 1 എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു n പ്ലസ് 1 എന്നാണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അതേപോലെ സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് സാറ്റിസ്ഫൈസ് എ ഡോട്ട് ഇ ഈക്വൽ ടു ഇ ഡോട്ട് എ ഈക്വൽ ടു എ എന്നാണ്. ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റോൺസ്കിയൻ ഓഫ് 2 സൊല്യൂഷൻ ഓഫ് എ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ്.
ഓപ്ഷൻസ് നോക്കുക. അതേപോലെ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഫോംസ് എ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സെറ്റ് ഇൻ എൽ സ്ക്വയർ സ്പേസ്. അതും നോക്കുക. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നൺ ഓഫ് ദി എബോവ്, ഓൾ ഓഫ് ദി എബോവ് എന്നൊക്കെയുള്ള ഓപ്ഷൻസ് വരുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് ഓപ്ഷൻസ് നോട്ട് ചെയ്യേണ്ടതാണ്. അതും കൂടി ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. സോ കമ്മിങ് ടു ദി ആൻസർ, 7th ക്വസ്റ്റ്യൻ ആൻസർ കോൺസ്റ്റൻറ്റ് ഇഫ് സൊല്യൂഷൻസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഓപ്ഷൻ 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതേപോലെ 8th ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ ഓൾ ഓഫ് ദി എബോവ് എന്നാണ്. ഓർത്തോനോർമൽ സെറ്റ് ഇൻ എൽ സ്ക്വയർ സ്പേസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 1, 2, 3 എന്നുള്ള എല്ലാ ഓപ്ഷനും കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. സോ ഇത്തരം ഓപ്ഷൻസ് ഉള്ള സമയത്ത് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതാണ് നല്ലത്. സോ കമ്മിങ് ടു ദ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഓഫ് സെറ്റ് 1. The gamma function tau n is related to the factorial by tau of n എന്നുള്ളതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ 10th ക്വസ്റ്റ്യൻ ഇഫ് എ ഈസ് ആൻ n by n മെട്രിക്സ് ദ ഡിറ്റർമിനൻ്റ് ഓഫ് എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ ട്രാൻസ്പോസ് ഓഫ് എ ഈസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണ്, ഡിറ്റർമിനൻറ്റിനെ കുറിച്ച് നമുക്ക് എന്തറിയാം എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. n by n മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് ട്രാൻസ്പോസ് മെട്രിക്സ് എന്തായിരിക്കും. ഇത് കണ്ടീഷൻ മെട്രിക്സ് പഠിക്കുന്ന സമയത്ത്, കണ്ടീഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ, ടോ ഓഫ് എൻ ഗാമ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടോ ഓഫ് എൻ ഈസ് നത്തിങ് ബട്ട് n-1 ഫാക്ടോറിയൽ. അങ്ങനെയാണ് നമ്മൾ ഗാമ ഫംഗ്ഷനെ പഠിച്ചിട്ടുള്ളതും. ടോ ഓഫ് എൻ ആണ് ചോദിച്ചിട്ടില്ലെങ്കിൽ n-1 ഫാക്ടോറിയലാണ് അതിൻ്റെ ആൻസർ. അതേപോലെ n by n മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസിനും അതേ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് എയുടെ ഡിറ്റർമിനൻറ്റും സെയിം ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾക്ക് ഏകദേശം എത്ര സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് നോക്കുക. എത്രമാത്രം നിങ്ങൾ ഈ മാത്തമാറ്റിക്കൽ ഫിസിക്സ് റെഫർ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഡീപ്പായിട്ടല്ല, ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, പോയിൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. നോട്ട് ചെയ്തിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ദി ഐഗൺ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ് 1, 2, 2, 1 ആർ. മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഐഗൺ വാല്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കണ്ടീഷൻസ്, പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പറയുന്നുണ്ട് മെട്രിക്സ് പഠിക്കുന്ന സമയത്ത്. ഐഗൺ വാല്യൂവും അതേപോലെ ഡിറ്റർമിനൻറ്റ്, അതിൻ്റെ ഡയഗണൽ വാല്യൂസ് നോക്കുമ്പം അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഓപ്ഷനിൽ ഏതൊക്കെ വരാമെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ ഇൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ് ഈസ്. നമ്മൾ ലാപ്ലാഷ്യൻ ഓപ്പറേറ്റർ പഠിക്കാറുണ്ട്. ഡിഫറെൻറ്റ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ലാപ്ലാഷ്യൻ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ നോക്കാറുണ്ട്. സോ അത് ആണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ നൺ ഓഫ് ദി എബോവ് എന്നൊക്കെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഓപ്ഷൻസ് ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ളത് നോട്ട് ചെയ്യുക. സോ കമ്മിങ് ടു ദ ആൻസർ, ദ ഐഗൺ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ്, തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂ 3 and -1 ആണ്. 3 and -1 ആണ് നോക്കുക. ഡയഗണൽ എലമെൻറ്റ് 1 and 1 ആണ്. സോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് നമുക്ക് കിട്ടുക. സോ ആ 2 കിട്ടുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നതിൽ ഓപ്ഷൻ താഴെ കൊടുത്തിരിക്കുന്ന 1, 2, 3, 4 2 കിട്ടുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കുക. ഓക്കെ, കമ്മിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻസർ 2 ആണ്. ഡയറക്റ്റായിട്ട് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 2 തന്നെയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ d²y/dx² - y = 0 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ഫസ്റ്റ് ഓർഡർ ആയിരുന്നു, ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഫോമാറ്റെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ എ യൂണിറ്ററി മെട്രിക്സ് ദ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈഡ് ഈസ്. ഞാൻ പറഞ്ഞു മെട്രിക്സ് പഠിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സും അതിൻ്റെ പ്രോപ്പർട്ടീസും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ യൂണിറ്ററി മെട്രിക്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ,
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y = a(e⁻x + b(e⁻−x) എന്നുള്ള ഫോമിലായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ വരിക. ആ സൊല്യൂഷൻ, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ മാത്തമാറ്റിക്കലി പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ അതുപോലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം അത്തരം ആൻസേഴ്സ് നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി. അറ്റ്ലീസ്റ്റ് നമ്മൾ ബബിൾ ചെയ്യുന്ന സമയത്ത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതുപോലെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കുക. മാത്സിൽ കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഇക്വേഷൻ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്, അതിൻ്റെ സൊല്യൂഷനായിട്ട് ഈ ഒരു ഫോമും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. സോ യൂണിറ്ററി മെട്രിക്സ് ആണ് 4th ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് എ ഡാഗർ എന്നുള്ള ഫോമായിരിക്കും, അല്ലെങ്കിൽ എ കോംപ്ലക്സ് എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അത് എ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. എ സ്റ്റാർ = എ ഇൻവേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതാണ് യൂണിറ്ററി മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, എ സ്റ്റാർ = എ ഇൻവേഴ്സ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് യൂണിറ്ററി മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഈ ഒരു സമയത്ത് ഒന്ന് നോട്ട് ചെയ്യാൻ മറക്കരുത്. Okay, coming to the 5th question, the roots of the characteristic equation of a matrix. Characteristic equation എന്താണ് മെട്രിക്സിലുള്ളത് എന്നുള്ളത് ഈ സമയത്ത് നോട്ട് ചെയ്യുക. അതേപോലെ 6th question, ഗോസ് സീഡൽ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു. ഗോസ് സീഡൽ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നോക്കുക. Coming to the answer, the roots of the characteristic equation of a matrix is the eigenvalues of the matrix. Eigenvalues of the matrix ആണ് characteristic equation വഴി നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഗോസ് സീഡൽ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ് സീഡൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. ടു സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് ഗോസ് സീഡൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th and 8th question, the Rodriguez formula for generating Legendre polynomials. Legendre polynomial ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റോഡ്രിഗസ് ഫോർമുല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കറക്റ്റായിട്ട് നോക്കുക. അതേപോലെ 8th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ജാക്കോബിയൻ ഈസ് യൂസ് ടു. ജാക്കോബിയൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ശരിക്കും ഒന്ന് വായിച്ച് നോക്കുക. കമ്മിങ് ടു ദ ആൻസർ, ദ റോഡ്രിഗസ് ഫോർമുല ഈസ് നത്തിങ് ബട്ട് ഓപ്ഷൻ 1 ആണ് റോഡ്രിഗസ് ഫോർമുല ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ജാക്കോബിയൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫോം കോർഡിനേറ്റ്സ് ആണ്. ട്രാൻസ്ഫോം കോർഡിനേറ്റ്സ് ആണ് ജാക്കോബിയൻ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോം കോർഡിനേറ്റ്സ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കമ്മിങ് ടു ദ ലാസ്റ്റ് 2 questions ഓഫ് സെറ്റ് 2 ഇൻ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി സെക്ഷൻ. ദ ഫ്രൊബീനിയസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സോൾവ്. അത് ഏത് മെത്തേഡ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രൊബീനിയസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. 10th ക്വസ്റ്റ്യൻ, ദ ഗ്രൂപ്പ് ഓഫ് റൊട്ടേഷൻസ് ഇൻ 3D സ്പേസ് ഈസ് കോൾഡ്. 3D സ്പേസിലുള്ള ഗ്രൂപ്പ് ഓഫ് റൊട്ടേഷൻ എന്താണ് വിളിക്കുക. കമ്മിങ് ടു ദ ആൻസർ, ദ ഫ്രൊബീനിയസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സോൾവ് ദ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് റെഗുലർ സിംഗുലർ പോയിൻറ്റ്സ്. അതേപോലെ ഗ്രൂപ്പ് ഓഫ് റൊട്ടേഷൻസ് ഇൻ 3D സ്പേസ് ഈസ് നത്തിങ് ബട്ട് നോൺ എബീലിയൻ ആണ് നമ്മൾ പറയുന്നത്. ഗ്രൂപ്പ് തിയറിയിൽ പറയുന്ന കാര്യമാണ്. സോ നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി എന്നുള്ളതിൽ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പം ഏകദേശം ടോപ്പിക്സൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ടോപ്പിക്സും അതേപോലെ 100 ക്വസ്റ്റ്യനുള്ള 2 മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ ഉടൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മോഡൽ ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് അതുപോലെ അറ്റൻഡ് ചെയ്യുക, മാർക്ക് ചെയ്യുക. നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് ആ സമയത്ത് അതിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതേപോലെ ഇനിയും മോഡൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്താൽ ഉടൻ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Okay, thank you for watching the video.